ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ SRH വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ്. ഫസ്റ്റ് ക്വാളിഫയർ മാച്ചാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് വിൻ ചെയ്യുന്നോ അവർക്ക് ഒരു മത്സരം കൂടെ വിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫൈനലിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കട്ടെ. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് മെയ് 21 കൃത്യം മെയ് 30 നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. SRHൻ്റെ KKRൻ്റെ ഹോം ഗ്രൗണ്ട് അല്ല, നമ്മുടെ GT ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കുറച്ച് പെർഫോമൻസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് കളക്ട് ചെയ്യാം. എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഭവമാണ്, ബ്രോ ഇവിടെ മഴ പെയ്യുമോ എന്നുള്ള ചോദ്യം വരും. പെയ്യത്തില്ല. എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? തീർച്ചയായിട്ടും ഇവിടെ മഴ പെയ്യത്തില്ല. ഏകദേശം 44 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ടിൽ നൗ. ഇതുവരെ ഇനിയിപ്പോൾ അത് മാറുമോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ചാൻസ് വളരെ കുറവാണ്. ഓപ്പണായിട്ട് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് പെർഫോമൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 13-ാം തീയതി നടന്ന മത്സരം മഴ കാരണം മുങ്ങിപ്പോയതാണ്. അതേ ഗ്രൗണ്ടിലാണല്ലോ ഈ ഒരു മത്സരം. പെയ്യോ ഇല്ലയെന്ന് ഒക്കെ കണ്ട് തന്നെ അറിയണം. കാരണം ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. നാളെ 21 ഇന്നായിരിക്കും മത്സരം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണെന്ന് ഈ സമയത്ത് ഇന്നത്തെ ദിവസമായിരിക്കും മത്സരം നടക്കുന്നത്. ബട്ട് എന്നാൽ കൂടെ ആ ഒരു ടൈമിൽ കാലാവസ്ഥ ചേഞ്ച് ആയിക്കാനൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 44 ആണ്. ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പം നമ്മുടെ നരേന്ദ്രമോദി പിച്ചിലാണ് റീസൺ പെർഫോമൻസ്. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിൽ നടന്ന ഒരു മത്സരമാണ്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ GTക്ക് തന്നെ ആയിരുന്നു. ഏകദേശം 103 റൺസ്, 2 പേര് 100 അടിച്ചില്ല. ഗില്ലും സായി സുദർശനും കൂടെ ആ ഒരു മത്സരമായിരുന്നു. ഏകദേശം 231 റൺസാണ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ CSK ആണെങ്കിൽ 196 റൺസിന് ഓൾ ഔട്ട് ആയില്ല. 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ കംപ്ലീറ്റ് ആയി. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ വീണ കൊണ്ടാണ് ആ ഒരു ടീം അവിടെ വിൻ ചെയ്തതില്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് ചേസിങ് വിന്നാവുന്ന ഒരു ഗ്രൗണ്ടാണ്, എസ്പെഷ്യലി ഈ ഒരു ഗ്രൗണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് ടോപ്പ് സ്കോർ കൂടെ ആയിപ്പോയി. അതൊരു കാര്യം തന്നെയാണ്. ടോപ്പ് ഓർഡർ അജിൻക്യ രഹാനെ, രവീന്ദ്ര ഗെയ്ക്വാഡ് അങ്ങനത്തെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ പോയതുകൊണ്ടാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയിക്കാൻ പറ്റാതായത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് മോഹിത് ശർമ്മ, അതുപോലെ തന്നെ റാഷിദ് ഖാൻ, സന്ദീപ് വാര്യർ, ഉമേഷ് യാദവ് ഇവരൊക്കെയാണ്. അതായത് 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 2 വിക്കറ്റ് സ്പിന്നർ 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളറാണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ GT ഇന്നിങ്സിലാണെങ്കിൽ വിക്കറ്റ്സ് എടുത്തത് 2 വിക്കറ്റ് തുഷാർ ദേശ്പാണ്ഡെയാണ്. ഫാസ്റ്റ് ബോളർ തന്നെയാണ്. അപ്പോൾ ടോട്ടലി നോക്കുന്ന സമയത്ത് 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, വേറെ 2 വിക്കറ്റ് മാത്രം സ്പിന്നേഴ്സ് എടുത്തുള്ളത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാസ്റ്റ് ബോളേഴ്സിനാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു മത്സരം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നത് നമ്മുടെ GT വേഴ്സസ് RCB തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ സ്കോർ നോക്കുന്ന സമയത്ത് അതൊരു 3:30 നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ GTക്ക് ആയിരുന്നു. 200 റൺസായിരുന്നു GT അടിച്ചെടുത്തത്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഇരു ടീമുകളിലും നന്നായി പെർഫോം ചെയ്തത്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റിംഗ് സർഫസിലുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് സ്കോറിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതെന്തുവാ വരാത്തേ? നെറ്റ് ചതിച്ചതാണോ എന്നെ? അപ്പോൾ ഇതിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ആ ഒരു വിൽ ജാക്സ് 100 അടിച്ചില്ല. ഇവർ 41 ബോളിൽ 100 അടിച്ച അങ്ങനെ വിൻ ചെയ്യിപ്പിച്ചില്ല. ആ ഒരു മത്സരം ഉണ്ടാവും. ഇതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് നോക്കാനില്ല. കാരണം അധികം വിക്കറ്റ്സ് ഒന്നും വീണില്ല. ആകെ 4 വിക്കറ്റ്സേ വീണിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടുതൽ ബാറ്റിംഗ് പിച്ചാണോ ബൗളിംഗ് പിച്ചാണോ എന്ന് വെച്ചാൽ കൺഫേം ആയിട്ടൊരു ബാറ്റിംഗ് സർഫസിലുള്ള ഗ്രൗണ്ടാണ്. സോ നല്ല രീതിയിൽ സ്കോർ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 44 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചേസിങ് ടീമാണ് കൂടുതൽ വിന്നിങ്ങിനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ. ഈ ഒരു പിച്ചിൽ 170 റൺസാണ് പെർ മാച്ച് ആവറേജ് റൺസായിട്ട്. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫാസ്റ്റ് ബോളേഴ്സ് 225 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 110 വിക്കറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. 2 ഇരട്ടി, അതായത് 1 ഇരട്ടി ഫാസ്റ്റ് ബോളേഴ്സിനെക്കാട്ടിലും സ്പിന്നേഴ്സിനെക്കാട്ടിലും ഫാസ്റ്റ് ബോളേഴ്സാണ് വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 44 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഹ്യൂമിഡിറ്റി 20 ഡിഗ്രിയാണ്.
അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റി 0 ആണ് കേട്ടോ. കൂടുതൽ മഴ പെയ്യാനുള്ള ചാൻസസ് ഇല്ല, പക്ഷേ എപ്പോൾ വേണേലും എന്ത് വേണേലും മാറി മറിയാം. എന്തായാലും പെയ്യത്തില്ല എന്ന് നമുക്കൊരു വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബാറ്റിംഗ് സർഫേസിലാണ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇരു ടീമുകളിലും നല്ല ബാറ്റ്സ്മാൻമാരുണ്ട് ടോപ്പ് ഓർഡറിൽ. സോ അവരെയൊക്കെ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കിഡിലായിട്ടുള്ള 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫോക്കസിൽ എന്ന് പറഞ്ഞ കിഡിലിൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഡെയിലി ക്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ഇലവനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് കോൺടെസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഡ്രീം ഇലവനിലുണ്ട്. ഡ്രീം ഇലവനിൽ ഈ ഒരു കോൺടെസ്റ്റിനായിട്ട് എൻട്രി ഫീസ് കൊടുക്കേണ്ടത് 777 അല്ല, അതിലും കൂടുതലാണ്. അപ്പോൾ അതിലും കൂടുതലായുള്ള എമൗണ്ട് 700, ഇവിടെ അതിലും കുറവാണ്. അതായത് ഡ്രീം ഇലവനിൽ ഒരു 900 ആണെങ്കിൽ ഇവിടെ 777 ഉള്ളൂ. 120 രൂപയുടെ ഡിഫറൻസ്, 130 രൂപയുടെ ഡിഫറൻസ് ഒക്കെ വന്നു. ആ 130 രൂപയുടെ ഡിഫറൻസിലും ഇവർ എൻട്രി ഫീസ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വേറെ നഷ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ലിങ്ക് വഴി കയറി 500 രൂപ കിട്ടും കേട്ടോ. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എൻട്രി ഫീസ് വേറെ മറ്റുള്ള ആപ്ലിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കുറവാണ്. ദെൻ അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി എൻ്റെ ഒരു ഫേവറേറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. നമ്മുടെ കുബേര ഫാൻറ്റസി നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മാച്ചൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡ്രീം ഇലവനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് കൊടുക്കുന്ന കോൺടെസ്റ്റ് വെറും 260 രൂപയുള്ളൂ. അതായത് ചെറിയൊരു കോൺടെസ്റ്റ് കൂടെ ഇവിടെ എൻട്രി ഫീസ് വളരെയധികം കുറവാണ്. മറ്റുള്ള ആപ്ലിക്കേഷൻ പറയുമ്പോൾ ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കൂടുതലും 1000 എബോവ് പോകുമ്പോഴാണ് കൂടുതൽ എൻട്രി ഫീസ് കുറവായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാണാൻ നമുക്ക് നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് വരുന്ന അപ്പോഴാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ അതിലൊരു നല്ലൊരു ഡിഫറൻസ് വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിൽ ഒരുപാട് കോൺടെസ്റ്റുകളുള്ളത്. സോ അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്തതാണ്. ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ ഫ്യൂച്ചറാണ്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് 11 പേരൊക്കെ പിക്ക് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. വേറെ 5 പ്ലെയേഴ്സിനെ തന്നില്ല. ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കുക എന്ന് പിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവും, നിങ്ങളൊരാളുണ്ടാവും. ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സുനിൽ നാരായണെയാണ് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ സുനിൽ നാരായണേക്കാട്ടും കൂടുതൽ റൺസ് നമ്മുടെ ട്രാവിസ് ഹെഡ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പിക്ക് ചെയ്ത് ട്രാവിസ് ഹെഡാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുക്കുന്നത്. ഈസി ആയിട്ട് നമ്മൾ പിന്നെ അങ്ങനെ കിഡിലെ ഫീച്ചറാണ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളെ കുബേര ഫാൻറ്റസി. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ ഇലവൻ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡെയിലി ഇവർ ക്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൽ എനിക്കെടുത്ത് പറയാനുള്ളത് ഏകദേശം ചില സമയങ്ങളിൽ 1 lakh റുപ്പീസും ചില സമയങ്ങളിൽ വെറും 50,000 റുപ്പീസിനൊക്കെ ഇവർ ക്യൂവേഴ്സ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടില്ല. 24 hours പ്ലസ് ഉള്ളതുകൊണ്ടാണ് അവൈലബിൾ ആവാത്തത്. സോ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും 6 രൂപയ്ക്ക് H4 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ഗുർബാസ്, അതുപോലെ തന്നെ സുനിൽ നാരായൺ, വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, ആൻഡ്രിയ റസൽ, റമദീപ് സിംഗ്, അങ്കുൽ റോയ്, ദെൻ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, ദെൻ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി. ഇത്രയും പേരാണ് നമ്മുടെ KKRലെ പ്ലെയേഴ്സ് ആയിട്ടുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് വൈഭവ് ഓറ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നോക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മ, ദെൻ നിതീഷ് കുമാർ റെഡ്ഡി, ദെൻ രാഹുൽ ത്രിപാഠി, ഹെൻറിച്ച് ക്ലേസൻ, അബ്ദുൽ സമദ്, ഷബാസ് അഹമ്മദ്, സൻവീർ സിംഗ്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, വിജയകാന്ത്, ദെൻ അതുപോലെ തന്നെ ടി നട്രാജൻ. ഇമ്പാക്ട് പ്ലെയറായിട്ട് നമ്മുടെ ട്രാവിസ് ഹെഡ് വരും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. കീ പ്ലെയേഴ്സായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ സുനിൽ നാരായൺ, ആൻഡ്രിയ റസൽ, ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് ആണ്. ഇതിൽ മസ്റ്റ് പിക്കായിട്ടുള്ള 2 പ്ലെയേഴ്സാണ് സുനിൽ നാരായണും ട്രാവിസ് ഹെഡും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള 2 പ്ലെയേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മുടെ KKRൽ കീ പ്ലെയേഴ്സായിട്ട് എടുത്തു പറയാനുള്ള ഗുർബാസ് ആണ്. ഇതുവരെ അദ്ദേഹം പ്ലേ ചെയ്തിട്ടില്ല. ഫിലിപ്സ് ആർട്ടിന് പകരമായിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു കിഡിലെ ബാറ്റ്സ്മാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ സുനിൽ നാരായൺ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് വെറും കുറച്ച് മത്സരങ്ങളിൽ നിന്ന് 14 മത്സരങ്ങളിൽ നിന്ന് 461 റൺസും 15 വിക്കറ്റ്സും നേടി ഈ ഒരു IPL സീസണിൽ നല്ല രീതിയിൽ ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറിലെ പുള്ളിയാണ് കേട്ടോ ഉള്ളത്. സോ നമ്മുടെ KKRന്റെ മെയിൻ ഒരുപാട് മത്സരങ്ങളുടെ വിജയത്തിനുള്ള ഒരേ ഒരു പ്ലെയർ ബിക്കോസ് സുനിൽ നാരായൺ.
അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രെ റസൽ ആണെങ്കിലും ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റ്സും 222 റൺസും നേടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ബൗളിങ്ങിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ബൗളിംഗ് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം നല്ലൊരു പിക്കാണ് നിങ്ങളുടെ ഓപ്ഷനിൽ. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ആണെങ്കിലും ലീഡിങ് ആയിട്ടുള്ള വിക്കറ്റ് ടേക്കറാണ്. നമ്മുടെ KKR നോക്കുന്ന സമയത്തേക്ക് 18 വിക്കറ്റ് എടുത്ത ഈ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ നമ്മുടെ KKR ടീമിൽ നോക്കുന്ന സമയത്ത്. അദ്ദേഹം ഒരു നല്ലൊരു പ്ലെയർ ആയിരിക്കും. സോ നിങ്ങളുടെ ടീമിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ എടുത്ത് പറയാനുള്ളത് നമ്മുടെ അഭിഷേക് ശർമ്മയുടെ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു മത്സരം പഞ്ചാബ് കിങ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വെറും 28 ബോളിൽ 66 റൺസാണ് അദ്ദേഹം എടുത്തത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു IPL സീസണിൽ അദ്ദേഹം 467 റൺസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 200 എബോവ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ട്രാവിസ് ഹെഡിനാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ SRHൻ്റെ ഒരുപാട് മത്സരങ്ങളുടെ വിന്നാവാനുള്ള മെയിൻ കാരണം ഈ ഒരു പുള്ളിയൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ പാറ്റ് കുമിൻസ് ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിക്കറ്റ് ടേക്ക് ആണെങ്കിലും അദ്ദേഹം ഇതുവരെ കളിച്ച 14 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റ്സാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ ടീമിലോട്ട്. അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ ആണെങ്കിലും SRHൽ ഇപ്പോൾ നല്ല രീതിയിൽ ബിഗ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നൊരു കീ പ്ലെയർ ആണ് നമ്മുടെ ഭുവനേശ്വർ. കാരണം ടോപ്പ് ഓർഡർ വിക്കറ്റ്സ് എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ്സ് എടുക്കുന്നത് പുള്ളി ഈസി ആയിട്ടാണ് വിക്കറ്റ്സ് എടുക്കുന്നത്. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ നിങ്ങളുടെ ടീമിൽ ഭുവനേശ്വറിനെ ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ KKR വേഴ്സസ് SRH തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഗ്രൂപ്പിലോട്ട് വരാം, അല്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. വരുൺ ചക്രവർത്തി ലീഡിങ് വിക്കറ്റ് ടേക്കറാണ്. ദെൻ ആദ്യം തന്നെ നമുക്ക് ക്ലേസനും ഗുർബാസും നല്ലൊരു ഓപ്ഷനാണ്. ദെൻ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ശ്രേയസ് അയ്യർ വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. നമുക്ക് അവസാനം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ സുനിൽ നരേൻ, ആൻഡ്രെ റസൽ, നിതീഷ് കുമാർ റെഡ്ഡി അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ മത്സരങ്ങളും ഇദ്ദേഹം കളിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള വേറെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മത്സരം. അത് 3 ഓവർ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് കൂടെ വരുന്നതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. നമ്മൾ പിക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ഔട്ടായി, ബട്ട് ബൗളിങ്ങിൽ 2 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. സോ നമുക്ക് കുറച്ച് സേഫായിട്ട് കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് നമ്മുടെ KKR അത്യാവശ്യം ബൗളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KKR മെയിനായിട്ടുള്ള ബാറ്റിംഗ് ഓർഡർ സേഫ് ആയിട്ടുള്ള ആൾക്കാരില്ല. നമുക്ക് എന്തായാലും ശ്രേയസ് അയ്യറിന് പകരം വെങ്കിടേഷ് അയ്യറിനെ പിടിക്കാം. എനിക്ക് കുറച്ചുകൂടെ പുള്ളിയാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ക്യാപ്റ്റൻസി നമ്മളെ സുനിൽ നരേനെ തന്നെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയോ, ട്രാവിസ് ഹെഡോ, അഭിഷേക് ശർമ്മയോ കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അതുപോലെ തന്നെ ക്ലേസന് നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും ബാറ്റിംഗ് കിട്ടും, അത്യാവശ്യം സ്കോർ ചെയ്യും കേട്ടോ, അത് ഉറപ്പാണ്. ടീം നോക്കാം: ക്ലേസൻ, ഗുർബാസ്, അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, വെങ്കിടേഷ് അയ്യർ, അഭിഷേക് ശർമ്മ, സുനിൽ നരേൻ, ആൻഡ്രെ റസൽ, നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, ടി നട്രാജൻ, നമ്മുടെ വരുൺ ചക്രവർത്തി. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും. സോ അപ്പോൾ ഇതിനൊരു അഡീഷണൽ ആയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ പറയണം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.